അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഒരു അടിപൊളി ടേസ്റ്റി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2 നേന്ത്രപ്പഴമാണ് ഇപ്പോൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുക്കായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിവിടെ ഏകദേശമൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.25 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നട്ട്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ബദാം പിസ്തയാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് കാഷ്നട്ട് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അത്യാവശ്യം ലൂസിനാണ് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ പഴത്തിൻ്റെ കൂട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് കുറേശ്ശെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ റോളായിട്ടാണ് ഇതൊന്ന് ഉരുട്ടിയെടുക്കുന്നത്. ഇനി നമുക്ക് ഈ മൈദയുടെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലാണ് ഇനി ഇത് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടുന്ന ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. നമ്മൾ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.